എന്താ പറ്റിയത് സർ? ഒന്നും മിണ്ടുന്നില്ലല്ലോ, ഭയങ്കര സൈലൻ്റ് ആണല്ലോ എന്ന് അനന്യ അവനോട് ചോദിച്ചു. അതൊന്നുമില്ല, അവൻ പറഞ്ഞു. എന്നാലും സർ, നിങ്ങൾ ശരിക്കും ഒരു വില്ലൻ തന്നെയാണ് കേട്ടോ. അതുകൊണ്ട് അവർ പെട്ടെന്ന് കാർ ഒതുക്കി നിർത്തി അത്ഭുതത്തോടെ അവളെ നോക്കി. എന്ത്? ഞാനോ? വില്ലനോ? എന്ന് സ്വന്തം നെഞ്ചിലേക്ക് കൈ ചൂണ്ടി ചോദിച്ചു. പിന്നല്ലാതെ, കൊച്ചിയിലെ ഫ്ലാറ്റിൽ വെച്ച് അധികം സംസാരിക്കാത്ത ആളാ. ഇവിടെ വന്നപ്പോൾ എല്ലാവരുടെയും മുന്നിൽ എന്നോട് വലിയ സ്നേഹം അഭിനയിക്കുകയാണല്ലേ. അവരെല്ലാവരും അങ്ങനെ വിശ്വസിക്കുകയും ചെയ്തു. അനന്യ ഒരു കുസൃതിയോടെ അവനോട് പറഞ്ഞു. എന്ത്? ഞാനോ? അഭിനയിക്കുന്നതോ? എന്നവൻ അത്ഭുതത്തോടെ ആദിത്യൻ അവളോട് ചോദിച്ചു. അതെ, നിങ്ങളല്ലേ പറഞ്ഞേ എന്നെ ഇഷ്ടമല്ലെന്നും ഹോസ്റ്റലിലാക്കാമെന്നും. എന്നിട്ടിപ്പോൾ അവരുടെ മുന്നിൽ എന്തിനും ഏതിനും അനന്യ അനന്യ എന്ന് പറയുന്നു. ചുരിദാർ ഇട്ട് വന്നാൽ സാരി ഉടുക്കാൻ പറയുന്നു. നിങ്ങൾ വലിയ അഭിനയമാണ് ട്ടോ സർ. ഈ ഓവർ ആക്ടിങ് വേണ്ട. പാവം, പിന്നീട് നമ്മൾ പിരിഞ്ഞു പോകുമ്പോൾ അവർക്കത് സഹിക്കാൻ പറ്റില്ല എന്നവൾ നിഷ്കളങ്കമായി അവനോട് പറഞ്ഞു. എല്ലാം എൻ്റെ സമയം, അല്ലാതെ എന്ത് ചെയ്യാൻ? സിംഹം ക്ഷീണിച്ചാൽ എലിക്ക് ആഘോഷമെന്ന് പറയുന്നത് പോലെ എൻ്റെ അവസ്ഥ എന്ന് പറഞ്ഞുകൊണ്ട് അവൻ കാർ സ്റ്റാർട്ട് ചെയ്ത് ദേഷ്യത്തോടെ അവളെ നോക്കി. അതെ, നല്ല വെള്ളലിയെ പോലെ ഇരുന്നിട്ട് എന്തൊക്കെയാ നിങ്ങൾ പിറുപിറുത്ത് പറയുന്നേ? നിന്നോട് ജ്യൂസ് കൊണ്ടുവരാൻ പറഞ്ഞ നീ എന്തിനാടി അത് വിഹാന്റെ കയ്യിൽ കൊടുത്തു വിട്ടത് എന്ന് അവൻ അവളോട് ചോദിച്ചു. ചേച്ചി മുല്ലപ്പൂ കെട്ടിക്കൊണ്ടിരിക്കുകയായിരുന്നു. എനിക്ക് മുല്ലപ്പൂ കെട്ടാൻ പല ഇഷ്ടവുമാ. വിഹാനേട്ടൻ മുകളിൽ വരുന്നുണ്ടായിരുന്നു. വെറുതെയാണല്ലോ വരുന്നേ, അവരുടെ കയ്യിലൊന്നുമില്ല. അങ്ങനെ ആ ജ്യൂസ് നിങ്ങൾക്ക് കൊടുത്തോട്ടെ എന്ന് കരുതി അയാളുടെ കയ്യിൽ കൊടുത്തു വിട്ടതാ ഞാൻ. ഇതിലെന്താ ഇത്ര തെറ്റ്? അവൾ വീണ്ടും നിഷ്കളങ്കമായി അവനോട് തന്നെ ചോദിച്ചു. അതുതന്നെ, ഒരു അങ്കണവാടി കുട്ടിയെ കല്യാണം കഴിച്ചാൽ ഇങ്ങനെ തന്നെ ഇരിക്കും, ചിന്തിക്കാനറിയാത്ത മണ്ടി, അവൻ പറഞ്ഞു. എന്ത് അങ്കണവാടി കുട്ടിയെന്നോ? എന്നെ കണ്ടാലോ? നിങ്ങൾ എന്താ പറയാൻ ഉദ്ദേശിച്ചേ? അതെ, ജ്യൂസ് വേണമെങ്കിൽ എനിക്ക് താഴെ വെച്ച് തന്നെ കുടിച്ചിട്ട് പോകാമായിരുന്നില്ലേ? നിന്നോട് കുറിച്ച് സംസാരിക്കണം വിചാരിച്ച ഞാൻ കരുതി തനിച്ച് വിളിക്കാനാ ജ്യൂസ് ചോദിച്ചത് തന്നെ. നീ അതിന് അവൻ്റെ കയ്യിൽ കൊടുത്തു വിട്ടു. ഞാൻ നീയാണെന്ന് കരുതി അവനെ കെട്ടിപ്പിടിച്ചു. വലിയ നാണക്കേടായിപ്പോയി എന്ന് ആദിത്യൻ പാവമായി പറഞ്ഞതും അത് കേട്ട് അനന്യ പൊട്ടിച്ചിരിച്ചുപോയി. അവളുടെ ചിരി കണ്ട് ആദിത്യനൊന്ന് പതറിപ്പോയി. ഡി, ഇപ്പൊ എന്തിനാ നീ ചിരിക്കുന്നത്? അവൻ പതർച്ചയോടെ അവളോട് ചോദിച്ചു. നിങ്ങളൊക്കെ എന്തൊരു ബിസിനസ്സുകാരനാണ് സർ. എനിക്കറിയില്ല. നിങ്ങളുടെ അനിയൻ വരുന്നതും ഞാൻ വരുന്നതും തമ്മിലുള്ള വ്യത്യാസം പോലും നിങ്ങൾക്കറിയില്ല, അവൾ ചോദിച്ചു. പെട്ടെന്ന് വരുമ്പോൾ എങ്ങനെ അറിയാനാ? ഞാൻ വാതിലിന് പിന്നിൽ ഒളിച്ചു നിൽക്കുകയായിരുന്നില്ലേ? അവനും ഒന്നും അറിയാത്ത പോലെ അവളോട് പറഞ്ഞു. എന്താ സർ, ഞാൻ കാലിൽ കൊലുസ് ഇട്ടിട്ടുണ്ട്. നടന്നു വരുമ്പോൾ അതിൻ്റെ ശബ്ദം നിങ്ങൾ കേൾക്കില്ലേ? അതുപോലും നിങ്ങൾക്ക് മനസ്സിലായില്ലേ? അവൾ പറഞ്ഞപ്പോഴാണ് അങ്ങനെയുള്ളൊരു കാര്യം തന്നെ അവന് ഓർമ്മ വന്നത്. ഓ, അതും കൂടി ഉണ്ടല്ലോ. സംസാരിച്ചു കൊണ്ട് തന്നെ അവർ ക്ഷേത്രത്തിലേക്കെത്തി. കാർ ഒതുക്കി നിർത്തി അവൻ താഴേക്കിറങ്ങി. അവിടെയുണ്ടായിരുന്ന കടയിൽ നിന്ന് മാലയും തേങ്ങയും പഴവുമൊക്കെ വാങ്ങി അവളുടെ കയ്യിൽ കൊടുത്തു. എന്നിട്ട് ആദ്യത്തെ ക്ഷേത്രത്തിനകത്തേക്ക് നടന്നു. അവനൊപ്പം അനന്യയും അകത്തേക്ക് കയറി. രണ്ടുപേരും ക്ഷേത്രം വലം വെച്ച് ശ്രീകോവിലിന് മുന്നിൽ ചെന്നു നിന്നു. അവിടെ പൂജാരിക്ക് അർച്ചന ചെയ്യാനുള്ള വഴിപാട് നൽകി. കുടുംബത്തിൻ്റെ പേരിൽ കുടുംബത്തിലുള്ള എല്ലാവരുടെയും പേര് പറഞ്ഞ് അർച്ചനയും ചെയ്തു. രണ്ടുപേരും കണ്ണുകളടച്ച് പ്രാർത്ഥിച്ചു. തുടർന്ന് ദീപാരാധന തൊഴുത് ഭസ്മം എടുത്തു വെച്ചു. അർച്ചന ചെയ്ത് താലം അനന്യയും ആദിത്യനും ഒരുമിച്ച് വാങ്ങി. അത് അനന്യയുടെ കയ്യിൽ കൊടുത്തിട്ട് അവിടെയുണ്ടായിരുന്ന കുങ്കുമം എടുത്ത് അവളുടെ നെറുകയിൽ തൊട്ടുകൊടുത്തു. താലി പുറത്തേക്കെടുക്ക്, അവൻ പറഞ്ഞു. അവൾ കഴുത്തിലുണ്ടായിരുന്ന താലി പുറത്തേക്കെടുത്ത് കാണിച്ചു കൊടുത്തു. ആ താലിയിലും ആദിത്യൻ കുങ്കുമം തൊട്ടുകൊടുത്തു. അവൾക്കത് കണ്ട് അത്ഭുതം തോന്നി. എന്താ ഇത്? നിങ്ങളാകെ മാറിയല്ലോ, അവൾ ചോദിച്ചു. നെറ്റിയിൽ കുങ്കുമം തൊടണം, താലിയിലും കുങ്കുമം തൊടണം, ഒരുപാട് ആചാരങ്ങളുണ്ട്. എന്ത് ചെയ്യാനാ? അന്നുണ്ടായിരുന്ന ടെൻഷൻ നീ എനിക്ക് വേണ്ട വേണ്ട എന്ന് പറഞ്ഞ് ഞാൻ വലിച്ചെറിഞ്ഞു പോയതല്ലേ. അതായിരുന്നു എല്ലാം മുറപ്രകാരം തന്നെ ഞാൻ ചെയ്തതും, അവൻ പറഞ്ഞു. അതിനുശേഷം ഇരുവരും കുറച്ചു നേരം ക്ഷേത്രത്തിൽ തന്നെ ഇരുന്ന് സംസാരിക്കുകയും ചെയ്തു. അമ്പലത്തിൽ നിന്നും തിരികെ വീട്ടിലെത്തുമ്പോൾ രാത്രി ഏറെ വൈകിയിരുന്നു. അകത്തളത്തിൽ നിന്ന് ഉയർന്നു വരുന്ന ചൂടൻ ഭക്ഷണത്തിന്റെ ഗന്ധം അവനെ സ്വീകരിച്ചു. അത്താഴം കഴിച്ചതിന് ശേഷം അധികമൊന്നും സംസാരിക്കാതെ ആദിത്യൻ പതുക്കെ മുകളിലെ തൻ്റെ മുറിയിലേക്ക് കയറി. വാതിൽ തുറന്നതും അവൻ പെട്ടെന്ന് അവിടെ തന്നെ തറഞ്ഞു നിന്നുപോയി. മുറിയാകെ പൂക്കൾ കൊണ്ട് അലങ്കരിച്ചിരിക്കുന്നു.
മുല്ലപ്പൂക്കളും റോസാപ്പൂക്കളും ചേർത്ത് തീർത്ത പൂമാലകൾ കട്ടിലിന്റെ ഇരുവശങ്ങളിലും തൂങ്ങിക്കിടക്കുന്നു. കട്ടിലിന് മുകളിലെ വെള്ള വിരിപ്പിന്മേൽ ചിതറിക്കിടക്കുന്ന മുല്ലപ്പൂക്കൾ. മുറിയുടെ ഒരു മൂലയിൽ ചെറിയ നിലവിളക്കിന്റെ മങ്ങിയ വെളിച്ചം പൂക്കളിൽ തട്ടി മുറിയാകെ ഒരു പ്രത്യേക ഭാവം പകർന്നു നിന്നു. ആ കാഴ്ച കണ്ടതും ആദിത്യന്റെ നെഞ്ചിൽ എന്തോ ഒന്ന് പിടഞ്ഞുപോയി. ഇതുവരെ ഒരു കാര്യത്തിലും പതറാതെ നിന്നിരുന്നവൻ എന്തുകൊണ്ടോ പെട്ടെന്ന് കാലുകൾ തളരുന്നത് പോലെ തോന്നി. ഡാ, എന്തൊക്കെ ഉണ്ടാക്കി വെച്ചിരിക്കുന്നത്? അവൻ സ്വയം പെറുപിറുത്തു. എന്താണ് ഇവിടെ നടക്കുന്നത്? ഒരു പിടിയുമില്ല. മുറിക്കുള്ളിലേക്ക് ഒരു ചുവട് വെച്ചെങ്കിലും അവൻ്റെ കണ്ണുകൾ വീണ്ടും വീണ്ടും പൂക്കളിലേക്ക് തന്നെയായിരുന്നു പതിച്ചിരുന്നത്. ഈ കാന്താരി ഭദ്രകാളി ഇതൊക്കെ കണ്ട് എന്തൊക്കെ ചെയ്യാൻ പോകുന്നതെന്ന് ആർക്കറിയാം. അവൻ ദീർഘമായി ഒരു ശ്വാസമെടുത്തു. ആളാണെങ്കിൽ പക്ക അങ്കണവാടി കേസും. ഇതൊക്കെ കണ്ടിട്ട് അവൾ എങ്ങനെയായിരുന്നു പ്രതികരിക്കുക? അവൻ്റെ മനസ്സിൽ അവളുടെ മുഖം തന്നെ തെളിഞ്ഞു വന്നു. അറിയാതെ തന്നെ അവൻ്റെ ചുണ്ടിൽ ഒരു പുഞ്ചിരി വിരിഞ്ഞു. പക്ഷെ അടുത്ത നിമിഷം തന്നെ അവൻ അത് മായ്ച്ചു കളഞ്ഞു. അറിയില്ല. അവൻ പതുക്കെ തല കുടഞ്ഞു. ശരി ആദിത്യ, എന്തായാലും ഈ പൂക്കളൊന്നും വെറുതെ പാഴാക്കരുത്. അതുകൊണ്ട് കുറച്ചൊക്കെ കണ്ടും മനസ്സിലാക്കി പക്വതയോടെ പെരുമാറട. അവൻ്റെ ഉള്ളിലെ മറ്റൊരു ശബ്ദം അവനെ തന്നെ ഉപദേശിച്ചു പോയി. അപ്പോഴാണ് മറ്റൊരു ചിന്ത അവൻ്റെ മനസ്സിലേക്ക് കടന്നു വന്നത്. പക്ഷേ നമുക്കിടയിൽ ഇതുവരെ ഒന്നും നടന്നിട്ടില്ലെന്ന് വീട്ടിലുള്ളവർക്ക് എങ്ങനെ മനസ്സിലായത്? പെട്ടെന്ന് എന്തിനാ ഇങ്ങനെയൊരു ഏർപ്പാട് ചെയ്തത്? ആ ചിന്തയുടെ ആദ്യത്തിൽ മുഖത്തെ പുഞ്ചിരി പതുക്കെ മാഞ്ഞു. സംശയം അവൻ്റെ ഉള്ളിൽ വീണ്ടും തലപൊക്കി. ഇതെന്തോ കുഴപ്പമുണ്ടല്ലോ, അവൻ പതുക്കെ പറഞ്ഞു. മുറിയുടെ വാതിൽക്കൽ തന്നെ കുറച്ചു നേരം അനങ്ങാതെ നിന്ന ആദിത്യൻ ഒടുവിൽ ഒരു ദീർഘനിശ്വാസം വിട്ട് അകത്തേക്ക് നടന്നു. പക്ഷെ അവൻ്റെ മനസ്സിൽ അപ്പോഴും ഒരേ ഒരു ചോദ്യം മാത്രം. ഇവരൊക്കെ എന്താണ് മനസ്സിൽ കണ്ടുകൊണ്ടിരിക്കുന്നത്? ശരി, വിഹാനെ വിളിച്ച് ചോദിക്കാം എന്ന് വിചാരിച്ച് അവൻ ഫോണെടുത്തു. തൻ്റെ റൂമിൽ കിടക്കുന്ന വിഹാൻ പറയുകേട്ടാ എന്ന് പറഞ്ഞുകൊണ്ട് ഫോൺ അറ്റൻഡ് ചെയ്തു. ഡാ, എന്താണ് സംഭവം? മുറിയിൽ മുഴുവൻ അതോ ഏട്ടാ ഇന്ന് നിങ്ങളുടെ ഫസ്റ്റ് നൈറ്റ് എന്ന് വിഹാനും പറഞ്ഞു. ഡാ, എന്തൊക്കെയായി പറയുന്നത്? കല്യാണം കഴിഞ്ഞിട്ട് ഇത്രയും ദിവസങ്ങളായില്ലേ, ഇനിയിപ്പോൾ എന്താണ് ഇതെല്ലാം എന്ന് ചോദിച്ചു. അതല്ല, നിങ്ങൾ തമ്മിൽ ഇതുവരെയൊന്നും നടന്നിട്ടില്ലല്ലോ. അതുകൊണ്ട് ഇന്നേക്ക് ചടങ്ങുകൾ പ്രകാരം നിങ്ങളുടെ ദാമ്പത്യ ജീവിതം തുടങ്ങട്ടെ കരുതി അമ്മയും അച്ഛനും കൂടിയ ഈ ഏർപ്പാടെല്ലാം ചെയ്തത് എന്ന് അവന് മറുപടി നൽകി. ഡാ, അത് നിങ്ങൾക്കെങ്ങനെ അറിയാം എന്ന് പതുങ്ങിയ സ്വരത്തിൽ അവൻ ആരും കേൾക്കാതെ ആദിത്യനോട് ചോദിച്ചു. അതെല്ലാം വന്നപ്പോൾ തന്നെ നമ്മുടെ വീട്ടിൽ CBI അന്വേഷിച്ച് മനസ്സിലാക്കി. നിന്റെ ഭാര്യയുടെ ചേച്ചിയും, അതായത് എൻ്റെ ഭാര്യ, തമ്മിലൊന്നും നടന്നിട്ടില്ലെന്ന് പറഞ്ഞതുകൊണ്ടാണ് നിങ്ങളെ അമ്പലത്തിലേക്ക് അയച്ചത് അമ്മ. ഏർപ്പാടുകളെല്ലാം ചെയ്തതും. എന്തായാലും ആശംസകളേട്ടാ. ഇന്ന് കാര്യങ്ങളൊന്നും വഷളാക്കരുത് എന്ന് പറഞ്ഞ് വിഹാൻ ഫോൺ വെച്ചു. ഇതിനെയൊക്കെ അങ്കണവാടി എന്ന് പറഞ്ഞത് ശരി തന്നെ. ഇവൾ എന്തിനാ ഈ കാര്യങ്ങളൊക്കെ അവരോട് പോയി വിളമ്പിയത്? ദൈവമേ, ഇനി അങ്കണവാടി കുട്ടിയുടെ കൂടെ എന്തൊക്കെ അനുഭവിച്ച് തീർക്കേണ്ടി വരിക. മരമണ്ടി തന്നെ വരട്ടെ, അവളുടെ അഹങ്കാരം ഞാൻ മാറ്റിയെടുക്കുന്നുണ്ട് എന്നവൻ ആലോചിച്ചു കൊണ്ട് പറഞ്ഞു. ഡാ, തെറ്റായൊന്നും ചിന്തിക്കേണ്ട. ഇത് വഴക്കുണ്ടാക്കാനുള്ള സമയമല്ല. എല്ലാം നല്ല രീതിയിൽ നടക്കും. അല്ലെങ്കിൽ അവൾ അവളുടെ പാട്ടിന് കമ്മിന്നടിച്ച് കിടന്നുറങ്ങുമായിരിക്കും എന്ന് അവനും വിചാരിച്ചു കൊണ്ടേയിരുന്നു. എന്നാൽ താഴെ അനന്യയും അവൾക്ക് മുകളിൽ തിഴയുമുണ്ടായിരുന്നു. അയ്യോ ചേച്ചി, നിങ്ങൾ എന്തൊക്കെയാണ് കാണിക്കുന്നത്? എനിക്കിതൊന്നും വേണ്ട എന്ന് അനന്യ കൊച്ചുകുട്ടികളെ പോലെ ചിണുങ്ങി. എടി, ഞാൻ പറയുന്നതൊന്ന് കേൾക്ക്. കല്യാണം കഴിഞ്ഞാൽ നടക്കേണ്ട കാര്യങ്ങളൊക്കെ നടന്നല്ലേ പറ്റൂ. നീ നിന്റെ പാട്ടിന് ഇനിയും കുട്ടികളെ പോലെ നടക്കുകയാണെങ്കിൽ ആദി പാവമല്ലേടി എന്ന് ദിയയും പറഞ്ഞു. അയാൾ പാവമാണെന്ന് ആര് പറഞ്ഞു? മരങ്ങോടൻ. അയാൾ അവിടെ ജോളിയായിട്ടല്ലേ ഇരിക്കുന്നത്. ആൾക്കറിയാം ഇതെല്ലാം എന്ന് ദേഷ്യത്തോടെ അനന്യ പെറുപുറത്തുകൊണ്ട് സംസാരിച്ചു. ഇവിടെ നോക്കാനു, നിന്റെ കല്യാണം കഴിഞ്ഞതാ. നീ ഇപ്പോൾ ചെറിയ കുട്ടിയൊന്നുമല്ല. കാര്യങ്ങളൊക്കെ അല്പമെങ്കിലും മനസ്സിലാക്കി പെരുമാറാൻ നോക്ക് എന്ന് ദിയ അവളെ ഉപദേശിച്ചു. എന്ത് മനസ്സിലാക്കി പെരുമാറാനാണ്? ഞാൻ ഇതുവരെ കോളേജിൽ പോലും പോയി തുടങ്ങിയിട്ടില്ല. അതിനു മുൻപ് ഇതെല്ലാം വേണമെന്ന്? പ്ലീസ്, എനിക്കിതൊന്നും വേണ്ട അവൾ എന്ന് അനന്യ കെഞ്ചിക്കൊണ്ട് പറഞ്ഞു. ഇവിടെ നോക്ക്, നിന്നെ നല്ല രീതിയിൽ പഠിപ്പിക്കാൻ തീരുമാനിച്ചത് തന്നെ വലിയ കാര്യം. ആദ്യേട്ടൻ നിന്നെ കോളേജിലൊക്കെ ചേർത്ത് തന്നില്ലേ? ആൾക്കും ആഗ്രഹങ്ങളൊക്കെ കാണില്ലേടി. നിന്റെ ലക്ഷ്യങ്ങൾക്ക് വേണ്ടി അയാളെ ബുദ്ധിമുട്ടിക്കരുത്. മര്യാദക്ക് കാര്യങ്ങൾ മനസ്സിലാക്കി പെരുമാറാൻ നോക്ക്.
വിഹാൻ പാവം അവനപ്പോഴും സ്വന്തം മുറിയിൽ കിടക്കുന്നു. എനിക്കും ഇതുവരെ ഒന്നും നടന്നിട്ടില്ല, ഫസ്റ്റ് നൈറ്റോ ഒന്നും. അവനും പെറുപെറുത്തു. പക്ഷേ ഇവിടെ റോസാപ്പൂ പോലും കാണാനില്ല. അവിടെയാണെങ്കിൽ മുല്ലപ്പൂക്കൾ തൂങ്ങിക്കിടക്കുന്നു. റോസാപ്പൂവൊക്കെ അവിടെയും ഇവിടെയുമൊക്കെ എന്നെ നോക്കി ചിരിക്കുന്നത് പോലെ. അവൻ അസൂയയോടെ മുഖം ചുളിച്ചു. അയ്യോ, ഈ വീട്ടിൽ മൂത്ത മകനെ ജനിക്കണമായിരുന്നു. ഒടുക്കത്തെ മകനായ ജനിച്ചത് തന്നെ ജീവിതത്തിലെ ഏറ്റവും വലിയ തെറ്റ് എന്ന് പറഞ്ഞുകൊണ്ട് വിഹാൻ തലയണെടുത്ത് മുഖത്തേക്ക് അമർത്തിക്കിടന്നു. വിഹാനെ, നിന്റെ വിധി. സ്വയം വിശ്വസിപ്പി ആശ്വസിപ്പിച്ചുകൊണ്ട് അവൻ വീണ്ടും കട്ടിലേക്ക് ചാഞ്ഞു. അപ്പോഴേക്കും താഴെ അടുക്കളയിൽ നിന്ന് ജാനമ്മയുടെ ചൂടുപാൽ തിളപ്പിച്ചെടുത്തു. പാലിൻ്റെ മണം നിറഞ്ഞ സ്റ്റീൽ ഗ്ലാസുമായി അവർ അനന്യയുടെ അടുത്തേക്ക് വന്നു. ജാനമ്മയെ കണ്ടതും അനന്യയുടെ മുഖം നാണം കൊണ്ട് പടർന്നു. അവൾ അവരെ തന്നെ നോക്കാതെ തല കുനിച്ചു നിന്നു. അത് കണ്ട ജാനമ്മ ചുണ്ടിൽ ചെറു പുഞ്ചിരി വിരിഞ്ഞു. ദിയ, അവർ പതുക്കെ വിളിച്ചു. ഇത് അനന്യയുടെ കയ്യിൽ കൊടുത്തിട്ട് നീ തന്നെ അവളെ ആദിയുടെ റൂമിൽ കൊണ്ടുപോയി ആക്കി കൊടുക്ക്. പറയുമ്പോൾ ജാനമ്മയുടെ ശബ്ദത്തിൽ കുസൃതിച്ചിരി കലർന്നിരുന്നു. അനന്യയുടെ കവളുകൾ ഒന്നുകൂടി ചുവന്നു. അവളൊന്നും പറയാതെ തല കുനിച്ചു നിന്നു.